വിവാഹ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ദാസൻ ഷൈജു പാസ് ഓർമ്മിപ്പിച്ചതുപോലെ കോവിഡിൻ്റെതായ പല പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ലോകം മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളതായ എല്ലാ പ്രോട്ടോകോൾ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷ ചെയ്യുന്നത് അഗപ്പെ ഗോസ്പൽ മിഷൻ്റെ ഡയറക്ടറും ഒരു ബൈബിൾ കോളേജ് അധ്യാപകനൊക്കെ ആയിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠദാസൻ പ്രിയ ജോയി പാറയ്ക്കൽ അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ദാസനെ ദൈവം വീണ്ടും ശക്തമായ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. കൂടാതെ ഇന്ന് വധുവിൻ്റെ ഭാഗത്ത് കടന്ന കർത്താവിൻ്റെ ദാസൻ ശശി പാസ്റ്റർ ഇപ്പോൾ ഈ സ്റ്റേജിലുണ്ട്. കർത്താവിൻ്റെ ദാസനെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മ്യൂസിക് ടീം നമുക്കറിയാം, ഇവിടെ സാധാരണ വിവാഹ ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ ഒരു പക്ഷേ കോവിഡിൻ്റെതായ പ്രശ്നങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇത് കുറച്ചുകൂടി ആർഭാടമായി അല്ലെങ്കിൽ കുറച്ചുകൂടി സന്തോഷത്തോടെ ഒരുപാട് പേര് വന്നു നടക്കേണ്ട ഒരു വിവാഹമാണ്. കർത്താവിൻ്റെ ദാസൻ ജിൻസ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ട്. എന്നാൽ എല്ലാവർക്കും ഒന്നും ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചില്ല. മ്യൂസിക് ടീം അംഗങ്ങൾ തന്നെ ഒരുപാട് പേരുണ്ട്. അദ്ദേഹം ഒരു ഗാനം എഴുതുന്ന ആൾ കൂടിയാണ്. അപ്പോൾ തന്നെ ഒരുപാട് പേരെ പരിചയമുണ്ട്. അവരൊക്കെ കടന്നു വരേണ്ടതാണ്. എന്നാൽ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് പലർക്കും കടന്നു വരാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇവിടെ ഇന്ന് ഗാനങ്ങളെല്ലാം പാടുന്നത് കർത്താവിൻ്റെ ദാസൻ ഷൈജു പാസ്റ്റാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയട്ടെ. അദ്ദേഹം അഗപ്പെ ഗോസ്പൽ മിഷൻ്റെ മ്യൂസിക് ടീമിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ ഈ വിവാഹം നടക്കുന്ന പ്രത്യേകിച്ച് ജിൻസ്മോൻ്റെ സഭയിലെ സഭാ പാസ്റ്റർ കൂടിയാണ് അദ്ദേഹം. കൂടാതെ ഞങ്ങൾ നടത്തുന്ന പല BBS പോലുള്ള പല പ്രോഗ്രാമുകൾക്കും വളരെ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് പ്രിയ ഷൈജു പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേകമായ നന്ദിയെ ഈ സമയത്ത് അർപ്പിക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അത് കാര്യങ്ങൾ അദ്ദേഹം നിർവഹിക്കുന്നു. കൂടാതെ വളരെ ദൂരത്ത് നിന്ന് കടന്നു വന്ന ജിജി പാപ്പച്ചൻ പാസ്റ്ററുണ്ട്. നിലമ്പൂർ ദേശത്ത് കിടന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. കീബോർഡ് വായിക്കുന്ന കർത്താവിൻ്റെ ദാസനുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാര്യം സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണല്ലോ. ആദ്യമായിട്ട് അവൻ്റെ ശുശ്രൂഷ ആദ്യം മുതൽ അവസാനം വരെയും അനുഗ്രഹമായി നടക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കരകളെ തട്ടി നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ശുശ്രൂഷയുടെ ആദ്യ അവസാനം വരെയും നിയന്ത്രിച്ച് നടത്തേണ്ടതിന് വേണ്ടി സ്വാഗതം ചെയ്യാം. എല്ലാ കരകളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ഷാജി പാസ്റ്റർ അവരോടുള്ള ഇന്ന് പകൽക്കാലം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ നമുക്കറിയാം ജിൻസിൻ്റെയും സീബയുടെയും വിവാഹമാണല്ലോ. അവരെയും ഇന്ന് പകൽക്കാലം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ ശുശ്രൂഷകൾ വിവാഹ ശുശ്രൂഷ നിർവഹിക്കുവാനായി നാം ക്ഷണിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ ജോയി പാറയ്ക്കൽ സാർ അവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെയും ഈ രാവിലെ കാലം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സീബയുടെ ഭവനത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന അവരുടെ ഭാഗത്ത് നിന്ന് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ, അതുപോലെ തന്നെ അവരോടൊപ്പം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരെയും ഇന്ന് പകൽക്കാലം സ്വാഗതം ചെയ്യുകയാണ്. ഈ രാവിലെ കാലം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇവിടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, സഹോദരങ്ങൾ, അതുപോലെ തന്നെ അയൽവക്കക്കാർ, കുടുംബക്കാർ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അതോറിറ്റീസ്, ഗവൺമെൻറ് അധികാരികൾ അവരൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ടല്ലോ. അവരെല്ലാവരെയും ഇന്ന് പകൽക്കാലത്ത് ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നുമില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നുമില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകി. പ്രിയ കർത്താവിൻ്റെ ദാസൻ ജിൻസ്, എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ പരിചയമില്ല.
സ്നേഹയുടെ ഭാഗത്തോടുള്ള ബന്ധത്തിനാണ് കുടുംബമായിട്ട് പരിചയപ്പെടുന്നത്. ഈ ചുരുങ്ങിയ മാസങ്ങളിലുള്ള പരിചയങ്ങൾ മാത്രമാണ്. കർത്താവിൻ്റെ ദാസന് തന്നെ നന്നായ യൗവനത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവമായ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. പ്രിയപ്പെട്ടവന് വേണ്ടി സീബയെ ഒരുക്കിയല്ലോ. സീബയ്ക്ക് ജിൻസിനെയും ഒരുക്കിയതിനായി ദൈവത്തിന് സ്തോത്രം. വിശേഷിച്ച് ഇന്ന് പകലിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട മിഷണറി കുടുംബം ഉടലെടുക്കാൻ പോവുകയാണല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ഈ വിവാഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. സർവേശ്വരൻ അവരെല്ലാ നിലയിലും ആശീർവദിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ചില നിമിഷങ്ങൾ 1-2 കാര്യങ്ങൾ മാത്രം വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാനിവിടെ നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം കർത്താവിൻ്റെ ദാസന് ജിൻസ് ഇന്ന് ഒരു പ്രസംഗം കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇരിക്കുന്ന ഒരാളല്ല. അദ്ദേഹം കൂടുതലായി ദൈവനെ പഠിക്കുകയും ദൈവത്തിന് വേണ്ടി വളരെ നന്നായി ചെറുപ്പത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കർത്തദാസൻ എന്ന നിലയിൽ ഒരു വലിയ പ്രസംഗത്തിൻ്റെ കാര്യമൊന്നുമില്ല, ഉപദേശങ്ങളുടെ കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് സീബയോടും കർത്താവിൻ്റെ ദാസനോടും പറയുവാനുള്ളത് ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ 26 വർഷം ഞങ്ങൾ കുടുംബമായി ജീവിച്ചു. എൻ്റെ വൈഫ് 3 വർഷം മുമ്പ് കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു. പക്ഷേ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, ഞങ്ങൾ ദൈവത്തിൻ്റെ വേലയിൽ നന്നായ ചെറുപ്പത്തിൽ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. ദൈവത്തിൻ്റെ വേലയിൽ വളരെ കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നുപോയ സമയങ്ങളായിരുന്നു. എന്നാൽ ദൈവം തമ്പുരാൻ ഇതുവരെയും കർത്താവ് കൊണ്ടുവന്നു, ഇതുവരെ നിലനിർത്തി. ദൈവത്തിന് സ്തോത്രം. ഞാൻ കേരളത്തെ അസംബ്ലീസ് ബോർഡ് ദൈവസഭയുടെ ശുശ്രൂഷകനായി അവിടെ ആയിരിക്കും. ചില 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു അവിടെ ഞാൻ ആയിരിക്കുന്നത്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിശ്ചയമായും കർത്താവിന് വേണ്ടി ഈ കുടുംബം നിശ്ചയമായിട്ടും വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വളരെയേറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ടുണ്ട്. ദൈവം അവരെ ശക്തമായി ഉപയോഗിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും മുപ്പരിച്ചരുടെ അറ്റുപോകില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം, മൂന്നാമനായ ദൈവത്തിൻ്റെ സാന്നിധ്യയുടെ കുടുംബജീവിതത്തിൽ ഇരുന്ന എല്ലാ നിലയിലും ദൈവം തമ്പുരാൻ ആശീർവദിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കപ്പെട്ടെ. ദൈവവചനത്തിൽ പറയുന്നത് പോലുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ഇവർക്ക് ദൈവം നൽകട്ടെ. അപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ഇവർ ഏറ്റവും ശ്രേഷ്ഠമായി ഉപയോഗിക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവസഭ പ്രാർത്ഥിക്കും, കുടുംബം പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ സിബയുടെ ചേച്ചി സ്നേഹ, അവളെ ഒരു പാസ്റ്ററല്ല കെട്ടിയത്, പക്ഷെ എൻ്റെ മോനാണ് കെട്ടിയത് കൊണ്ട് സ്നേഹയ്ക്ക് പാസ്നേജിൽ താമസിച്ചുകൊണ്ട് ദൈവവേലയിൽ അവൾക്കും പങ്കാളിത്തം വഹിക്കാൻ ദൈവം അവർക്ക് അവസരം നൽകുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം. അർത്ഥാൽ രണ്ടുപേരും കർത്താവിൻ്റെ വേലയിൽ ഉപയോഗിക്കപ്പെടുന്നവരാണ്. ദൈവം അവരെ ധാരാളമായി ആശീർവദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സർവേശ്വരന് മുമ്പിൽ ആശംസിക്കുന്നു. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിവാഹത്തിൽ ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും മ്യൂസിക് ടീം എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നമുക്ക് എടുത്തു പറയാനുള്ളത് ജിൻസിനെയും സീവയുമാണ്. ജിൻസ് വളരെ ആക്റ്റീവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ടുപേരും ഈ മാസ്ക് വെച്ചതുകൊണ്ടാണോന്ന് അറിയില്ല, അവർ വളരെ കുറച്ച് ടെൻഷനോ പ്രയാസമോ ഒക്കെ ഉള്ളതുപോലാണ്. എനിക്ക് 2 കണ്ണ് 4 കണ്ണ് മാത്രമേ കാണാവൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, ഈ സന്ദർഭത്തിലും സാഹചര്യത്തിലും ഈ ശുശ്രൂഷ നടക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. നമ്മളൊക്കെ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതിനേക്കാൾ വലിയൊരു കാര്യം ഇപ്പോൾ നമുക്ക് പറയാനായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഒരു നനഞ്ഞ സ്തോത്രമായി പോയി. എനിക്കറിയാം ഈ വിവാഹം ഇങ്ങനെയൊന്നും നടക്കേണ്ട കാര്യമല്ല. ജിൻസിനെ ശശിപാസക്ക് അതറിയാറില്ല, ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. സേവ എനിക്കൊട്ടും അറിയില്ല. അവര് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സഹോദരനാണ്. പുതിയതായിട്ട് വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ അവര് സഭാചാർജിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു 1.5 കോടി രൂപയ്ക്കാണ് അവിടുത്തെ സ്ഥലവും സഭാഹാളും പണിതിരിക്കുന്നത്. അത് ഇതുവരെ ആരും താമസിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി അതിനകത്ത് കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോന്നു. പുതിയ ഒരു ബിൽഡിങ്ങിലേക്ക് ദൈവം അവരെ പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു മിഷണറി ആയിട്ട് അയക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറയട്ടെ, നമ്മുടെ മൗനതകളെല്ലാം വെടിഞ്ഞ് ഇന്ന് ഈ പകൽ സ്വർഗത്തിലെ ദൈവം ഈ കുഞ്ഞുങ്ങളെ ആശീർവദിപ്പാൻ കടന്നു വന്നിട്ടുണ്ട് എന്ന വിശ്വാസത്തോടെ എല്ലാവരും ശക്തമായൊരു സ്തോത്രം പറഞ്ഞേണ്ട ദൈവമക്കളെ. വിവാഹ ജീവിതത്തെക്കുറിച്ച് ജിൻസിനോടും സീബയോടും
പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയേണ്ട കാര്യമുണ്ട്. ഒരു പക്ഷേ നന്നായിട്ട് വചനം പ്രസംഗിക്കുന്ന, ഞങ്ങളുടെ സൂമിൽ കൂടിയൊക്കെ നന്നായിട്ട് വചനം പ്രസംഗിക്കുന്ന ഒരു കർത്തൃദാസനാണ്. എങ്കിലും ഒരു കർമ്മം നടക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ പറയാതെ നമുക്ക് ചെയ്യാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് പറയുകയാണ്, വിജയകരമായ കുടുംബജീവിതത്തിന്റെ 4 ഫോർമുലകൾ, 4 കാര്യങ്ങൾ. വിജയകരമായ കുടുംബജീവിതത്തിന് 4 കാര്യങ്ങൾ. ഞങ്ങളൊക്കെ കുടുംബജീവിതം നയിച്ചിട്ടുള്ളവരാണ്, നിങ്ങൾ കുടുംബജീവിതം നയിക്കാൻ പോകുന്നവരാണ്. ഒന്നാമത്തെ കാര്യം, അണ്ടർസ്റ്റാൻഡിങ്, അഡ്ജസ്റ്റ്മെന്റ്. അണ്ടർസ്റ്റാൻഡ്, അഡ്ജസ്റ്റ്മെന്റ്. ഇതിൽ ഏതാണ് ആദ്യം വേണ്ടതെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അഡ്ജസ്റ്റ്മെന്റ് ആണോ ആദ്യം വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ആണോ ആദ്യം വേണ്ടത്? 2, കെട്ടുറപ്പുള്ള ഒരു ബന്ധം സൃഷ്ടിക്കുക. ഞാൻ വിശദീകരിച്ചോളാം. കെട്ടുറപ്പുള്ളൊരു ബന്ധം സൃഷ്ടിക്കുക. 3, ഒരു മാതൃകാ ജീവിതം നയിക്കുക, റോൾ മോഡലാകുക. ഫൈനൽ, ക്രിസ്തു ആയിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. 4 കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് പറയും, പക്ഷേ ഇന്ന് നിർവാഹമില്ല, എല്ലാം അങ്ങനെയാണ്. ജിൻസ് ഞാനൊക്കെ പറയുന്നൊരു പോയിന്റ് പിന്നീട് അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആക്കി പ്രസംഗിക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരന്. ഒന്നാമത്തേത് ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റ്മെന്റ് ആണോ അണ്ടർസ്റ്റാൻഡിങ് ആണോ ആദ്യം വേണ്ടത്? അതാണ്. ഞാൻ തന്നെ അതിന് ഉത്തരം പറഞ്ഞു. ജീവ എന്തോ പറയുന്നുണ്ടല്ലോ, എന്താ മോളെ വേണ്ടത്? അണ്ടർസ്റ്റാൻഡിങ്. അത് വളരെ കറക്റ്റാണ്. ഈ പ്രസംഗം നേരത്തെ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ പ്രസംഗിച്ച് കേട്ടിട്ടില്ല. എന്തായാലും സീമ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും, അത് ജിൻസിന് കിട്ടിപ്പോയി. ഇനിയിപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. എന്തുകൊണ്ടാണ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ആദ്യം വേണ്ടത്? നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം, മനസ്സിലാക്കാൻ നമ്മൾ ഏറെ വൈകിയാണ് മനസ്സിലാക്കുന്നത്. 5, 10, 15, 20 വർഷം കഴിഞ്ഞ് മനസ്സിലാക്കുന്നവരുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേക്കും ജീവിതം 2 വഴിക്ക് തിരിഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? ആദ്യം മനസ്സിലാക്കുക. ആരെ? ജിൻസ് ആരാണ് മനസ്സിലാക്കുക, ശീവ ആരാണ് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് മനസ്സിലാക്കുക? ഞാൻ സാധാരണ പറയും, മധുരമുള്ള ഒരു മത്തങ്ങക്കറിയാണോ പുളിയുള്ള കുമ്പളങ്ങക്കറിയാണോ ഭർത്താവിന് ഇഷ്ടമെന്ന് മനസ്സിലാക്കണം. എത്ര നാൾ കൊണ്ട്? 1-2 ആഴ്ച കൊണ്ട്, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് മനസ്സിലാക്കാമല്ലേ? പക്ഷെ 15 കൊല്ലമായിട്ടും മധുരമുള്ള മത്തങ്ങക്കറി ഭർത്താവിന് ഇഷ്ടമാണോ അല്ലയോ എന്നൊരു ഭാര്യ മനസ്സിലായിട്ടില്ലെങ്കിൽ മത്തങ്ങ ചിലപ്പോൾ ഉണ്ടാകുന്ന പറമ്പിലായിരിക്കുകയില്ല, ഇതിന്റെ പുറത്തായിരിക്കും ചെറിയ ചെറിയ മത്തങ്ങ. പിന്നെ ഞങ്ങൾ പ്രശ്നം തീർക്കാനായിട്ട് ചെല്ലേണ്ടി വരും. മനസ്സിലാക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഇത്രയൊക്കെ സീബയിൽ നിന്ന് ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിയാൽ അതിനപ്പുറത്തൊക്കെ എന്ത് ചെയ്യരുത്? പ്രതീക്ഷിക്കാൻ പാടില്ല. അതാണ്. പിന്നെ പ്രതീക്ഷിക്കാൻ പാടില്ല. 1.5 ചാൺ മുടിക്കേ നീളമുള്ളൂ, പിന്നെ എന്താടി മുടിക്ക് 4 മുഴം നീളമില്ലാതെ ചോദിക്കരുത്. പിന്നെ അതിക്കുള്ളുണ്ടാകത്തില്ല. അത്രയും. 2 പേരും പിന്നെ ഒരേപോലത്തെ ശരീരപ്രകൃതിയാണ്. പെണ്ണുങ്ങൾക്ക് ഒരു സങ്കല്പമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കാളയുടെ വില, കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി, പട്ടാളക്കാരന്റെ വീര്യം, അമ്മയുടെ സ്നേഹം, ഇങ്ങനെ നായാട്ടുകാരന്റെ ശൗര്യം, കഴുകന്റെ ദൂരദൃഷ്ടി, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ചിന്ത. അങ്ങനൊന്നുമില്ല. ഈ പണ്ട് ഞാൻ ഏതൊരു പുസ്തകം വായിച്ചപ്പോൾ തമാശ പറഞ്ഞു. ഈ എന്താണ് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ഏറ്റവും രസകരമായി തോന്നിയ കാര്യം ഇതാണ്. എന്ത് വന്നാലും അങ്ങ് വിട്ടുവീഴ്ച ചെയ്തേക്കാം, കാര്യങ്ങൾ മനസ്സിലായാൽ. ഒരു ദൈവദാസി തൊട്ടടുത്ത് ഒരു മദ്യപാന കുടുംബം. എന്നും അവിടെ ബഹളവും അടിയും ബഹളമാണ്. പതിവില്ലാത്ത വിധം രാത്രിയിൽ ഭയങ്കര ബഹളം കേട്ടു. പാസ്റ്റർ ഇറങ്ങി ചെന്നില്ല. പിറ്റേ ദിവസം ആ വീട്ടുകാരി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നു, കേട്ടില്ലേ? കേട്ടു. അപ്പൊ പറഞ്ഞു, അതിയാനെ കൊണ്ട് തോറ്റു, എന്നും കള്ളുകുടിയാണ്, വീട്ടിൽ വന്ന് ഇടിയാണ്, ബഹളമാണ്. പുള്ളി ഒരു 100 കുറ്റം പറഞ്ഞു. എല്ലാം പറഞ്ഞു, പാസ്റ്റർ എന്താ ഒന്നും മിണ്ടാത്ത? പുള്ളി പറഞ്ഞു, അറിയാമേ, നീ പറഞ്ഞതാണ് ശരി, വേറെ ഒന്നും എനിക്ക് പറയാനില്ല, നീ പറഞ്ഞതാണ് ശരി. പുള്ളിക്കാരത്തെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ വന്നു. ആ ഇടിച്ച കെട്ടിയോ വന്നിട്ട് പറഞ്ഞു, അവള് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? വന്നിട്ടുണ്ടായിരുന്നു. എന്താ അവള് പറഞ്ഞു? ഇന്ന കാര്യം പറഞ്ഞു. ഈ മറിയാമിട്ട് 100 കുറ്റം പറഞ്ഞു കെട്ടിയോ. ഞാൻ ഇടിക്കാനുള്ള കാരണം ഇതാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അവറാച്ച നീ പറഞ്ഞതാണ് ശരി. അപ്പൊ മറിയാമ്മ പറഞ്ഞു, നീ പറഞ്ഞതാണ് ശരി. അവറാച്ചോട് നീ പറഞ്ഞതാണ് ശരി. 2 പേരും പോയി. 2ഉം കേട്ടുകൊണ്ടിരുന്ന പാസ്റ്ററുടെ ഭാര്യ ഒന്നിച്ചു പറഞ്ഞു, നിങ്ങൾ ഒരാണാണോ?
നിങ്ങളൊരു പാസ്സാണോ? ഒരു വ്യക്തിത്വമുള്ള ആളാണോ? ഒരു അഭിപ്രായമുള്ള ആളാണോ? മറിയാമ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തെന്ന് പറയാനുള്ള തന്റെ ഇടം വേണം. അവരച്ഛനാണ് തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് ചെയ്ത തന്റെ ഇടം. ഇങ്ങനെ രണ്ടു വശത്തും കൂടരുത്, ഇരട്ടത്തല കാണിക്കരുത്. മോശമായി പോയി, പുള്ളിയൊന്നും മിണ്ടിയില്ല. എന്താ ഒന്നും മിണ്ടാത്തെന്ന് ചോദിച്ചു. നീ പറഞ്ഞതാണ് ശരി, ഉണ്ടോ? അതാണ് അഡ്ജസ്റ്റ്മെന്റ്. അതേസമയം നിന്നോട് ആരോട് ഇവിടെ വരാൻ പറഞ്ഞത്? നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അവള് പറഞ്ഞതാ ശരി. അപ്പൊ ഏത് കാര്യത്തിലും ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. മക്കളെ, സമയത്തിന്റെ പരിമിതി. രണ്ടാമത്തെ കാര്യം, കെട്ടുറപ്പുള്ള ബന്ധം സൃഷ്ടിക്കുക. എന്താ കെട്ടുറപ്പുള്ള ബന്ധം സൃഷ്ടിക്കുന്നത്? നമുക്ക് താലി കെട്ടില്ല, ഇല്ലേ? വസ്ത്രത്തിന്റെ അഗ്രങ്ങൾ കൂട്ടിക്കിട്ടുന്നില്ല, അഗ്നിയെ സാക്ഷി നിർത്തുന്നില്ല, കൊലവയില്ല, നിറവറയില്ല, ഒന്നുമില്ല. അത് മറ്റുള്ളവർ നമ്മളെ ആക്ഷേപിക്കുന്ന കാര്യം ഇതാണ്. അവർ പറയും, ഒരു ഒന്നുമില്ലല്ലോ നിങ്ങളുടെ കല്യാണത്തിന്, ഒരു നിറപ്പകിട്ടാർന്ന ഒന്നുമില്ലല്ലോ. ഈ നിറപ്പകിട്ടാർന്ന എത്രയോ കുടുംബങ്ങൾ തകരുന്നു, ഇല്ലേ? കാപ്പിപ്പൊടി അച്ഛന്റെ ഒരു തമാശയുണ്ട്. എന്താണ്? താലി കെട്ടാത്ത പെണ്ണ് ബോർഡ് വെക്കാത്ത ബസ് പോലാണ് അദ്ദേഹം പറയുന്നത്. എനിക്കത് ആസ്വദിച്ചിരിക്കാൻ പറ്റി. എന്തെങ്കിലും അടയാളം വേണമെന്നാണ് പറയുന്നത്. എന്താണ് അടയാളം? ദൈവമക്കൾക്കറിയാം ഈ കല്യാണത്തിന്റെ അടയാളം എന്താണ്. 1000 പേര് കൂടേണ്ട കല്യാണത്തിൽ 25 പേരേ ഉള്ളൂ. പക്ഷേ ഈ ശുശ്രൂഷയുടെ മാറ്റും മഹത്വവും അരപ്പണവട കുറയുന്നില്ല. കാരണം സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഒന്ന് ചേർത്തടിച്ച് ഞാൻ പറയും, ഈ ഞഞ്ഞാപിഞ്ഞ കൈയടിയൊന്നും ചെയ്യരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ. അന്ന് മക്കളെ, കെട്ടുറപ്പുള്ള ബന്ധം എങ്ങനെ സൃഷ്ടിക്കാം? ഒരു കെട്ടും ഇവിടെ നടക്കുന്നില്ല. കൈ പിടിപ്പിക്കും, ഇല്ലേ? കൈ എങ്ങനെ നീട്ടി കൊടുക്കേണ്ടത്? ഞാനിപ്പോ പിടിപ്പിക്കാൻ പോവുക. കുറിച്ച് ബെൽഡ് ചെയ്തല്ല പിടിപ്പിക്കുന്നത്. ഇപ്പൊ ജീൻസ് ഇങ്ങനെ കൈ നീട്ടും. എങ്ങനെ? ചിലർ ഇങ്ങനെ നീട്ടും. ഞാൻ പറഞ്ഞു വേണ്ട, ഇങ്ങനെ നീട്ടിക്കണം, മലർത്തി ഇങ്ങനെ. എന്നാൽ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരൂ നിന്റെ ജീവിതം, അതാണ് അതിനർത്ഥം. ശ്രദ്ധിച്ചോളം കൈ നീട്ടും കേട്ടോ. അപ്പൊ സീബ എങ്ങനെ കൈ കൊടുക്കും? അപ്പോ ആ കയ്യിലേക്കാണ് സീബയ്ക്കിനെ കൊടുക്കുന്നത്. അപ്പൊ 2 കൈ കൂടി ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. കയ്യിൽ എത്ര വിരലുണ്ട്? 5 വിരൽ. അപ്പൊ 5 വിരൽ 5 നിയമങ്ങളെ കാണിക്കുന്നു. 1 രാജ്യത്തിന്റെ നിയമം, 2 സമൂഹത്തിന്റെ നിയമം, 3 സഭയുടെ നിയമം, 4 ജീവിത പങ്കാളിയോട് ചെയ്യുന്ന നിയമം, 5 അവനവൻ ദൈവത്തോട് ചെയ്യുന്ന നിയമം. ഈ നിയമമാ ഈ ഉടമ്പടി. കല്യാണം കഴിക്കാതെ ലോഡ്ജിൽ താമസിച്ചാൽ അവർ ഇറക്കി വിടും. അപ്പൊ സമൂഹത്തിനും വിവാഹം ഒരു നിയമവ്യവസ്ഥയാണ്. അതാണ് പഴയ നിയമത്തിൽ സമ്മതമെങ്കിൽ കൈതരിക, അല്ലേ? ഇപ്പൊ കൈ കൊടുക്കുന്നതിന്റെ അർത്ഥം എന്തോ? ഒന്നും അറിയാൻ മേലാത്തൊരു കൊച്ചൻ പണ്ട് ചോദിച്ചു, മമ്മി എന്തിനാ അവർ തമ്മിൽ കൈ കൊടുക്കുന്നത്? മമ്മിയുടെ മറുപടി ഭയങ്കര തമാശയായിരുന്നു. മക്കളെ, ഈ ബോക്സിംഗ് റിങ്ങിലൊക്കെ ഗുസ്തി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം കൈ കൊടുക്കും, ഷേക്കാറ്റ് കൊടുക്കും, അതിനുശേഷമാണ് തുടങ്ങുന്നത്. അമ്മയുടെ മറുപടി അതിലൊന്നുമല്ല ഇത്. നിങ്ങൾ കൈ കൊടുക്കുന്നത് മിന്നിനേക്കാൾ, താലിയേക്കാൾ, വസ്ത്രത്തിന്റെ അഗ്രങ്ങൾ കൂട്ടിക്കിട്ടതിനേക്കാൾ, ഈ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതിനേക്കാൾ മഹത്തരമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ വലംകരം ആത്മീക മണവാളനാകുന്ന കർത്താവിന്റെ കയ്യിൽ കൊടുക്കാൻ, രക്ഷിക്കപ്പെടാൻ ഒരു രജിസ്റ്ററിലും നമ്മൾ ഒപ്പുവെച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ജീവിതം ഒറ്റ തീരുമാനം കൊണ്ട് മാറ്റി ദൈവം തമ്പുരാൻ. അതുപോലെ തന്നെ ഇന്ന് പകൽ ഈ ശുശ്രൂഷയിലും കെട്ടുറപ്പുള്ള ബന്ധം ഇന്നു മുതൽ സൃഷ്ടിക്കപ്പെടുവാൻ കർത്താവ് നിങ്ങൾക്കിടയാക്കട്ടെ. രക്ഷിക്കപ്പെട്ടവരുടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു, മറുപടി നിങ്ങളാണ് പറയേണ്ടത്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോൾ ആരാധിക്കുന്ന യേശുവിനെ തന്നെ മതിയോ ദൈവമായിട്ട്? ഉത്തരം ഒരു കൈപൊക്കലല്ല ഞാൻ പ്രതീക്ഷിക്കുന്നു, മറിച്ച് കരങ്ങൾ തട്ടി പറയണം. 1000 ജന്മം ലഭിച്ചാലും യേശുവല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന ഈ അഭിമാനബോധമായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതത്തിന് പിന്നിൽ. എന്താണ് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, ഈ ജന്മത്തിൽ എനിക്ക് വിൻസ്റ്റൺ ചർച്ചിൽ ആയാൽ മതി, അടുത്ത ജന്മത്തിൽ പ്രസംഗം നിർത്തി. മൈക്ക് താഴെ വെച്ച് സ്റ്റേജിൽ ചെന്ന് തന്റെ ഭാര്യ കാതറിന്റെ കരം പിടിച്ച് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇവളുടെ 2ാം ഭർത്താവായിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അർത്ഥം, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ പോലും ഈ ഭാര്യ മതി എന്ന് പറയുന്ന ആ ബന്ധത്തിന് പറയുന്ന പേരാണ് കെട്ടുറപ്പുള്ള ബന്ധം സൃഷ്ടിക്കുക. അതായിട്ടില്ല, ഇന്നു മുതൽ സൃഷ്ടിക്കുക. 3ാമത്തെ കാര്യം, റോൾ മോഡൽ ആയിരിക്കണം. ആർക്ക്? തലമുറകൾക്ക്, ഇല്ലേ? മാനത്ത് നിന്നും വന്ന മഴത്തുള്ളി എന്ന പേരിൽ ഞാൻ ചിലപ്പോൾ ആശംസകൾ പറയും.
ഒരു മഴത്തുള്ളി മാനത്തുനിന്നും മണ്ണിലേക്ക് വന്നു. ഒരു ഇളം കാറ്റടിച്ചപ്പോൾ മഴത്തുള്ളി 4 കഷണമായി പൊട്ടിപ്പോയി. ഒരു കഷണം ശ്രീകണ്ഠാപുരത്ത് നമ്മുടെ ഇരിട്ടിയിൽ ഓടയിൽ വന്ന് വീണു. അതിന് നാട്ടുകാർ പേരിട്ടു മലിന ജലം. തുടരുത്. രണ്ടാമത്തെ മഴത്തുള്ളി ഒരു മണലാരണ്യത്തിൽ വീണു. നോക്കി നിൽക്കുമ്പോൾ ബാഷ്പീകരിച്ച് കാണാതെയായി. മൂന്നാമത്തെ മഴത്തുള്ളി വന്ന് വീണത് ഒരു വീടിന്റെ കിണറ്റിലാണ്. അതിന് ശുദ്ധജലം എന്ന് പേരിട്ടു. നാലാമത്തെ മഴത്തുള്ളി വന്ന് വീണത് ഒരു അമ്പലക്കുളത്തിന്റെ, പള്ളിക്കുളത്തിന്റെ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രത്തിന്റെ കിണറ്റിലാണ്, തടാകത്തിലാണ്. അത് ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നു, വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അതിന് പേരിട്ടു തീർത്ഥജലം എന്ന് പേരിട്ടു. കുടുംബജീവിതത്തെ ഇതുമായിട്ട് ഞാൻ വ്യാഖ്യാനിച്ചാൽ ഇന്ന് ലോകത്തിൽ നടക്കുന്ന ധാരാളം കുടുംബജീവിതങ്ങൾ, ഏതാണ്ട് പകുതിയിലധികം കുടുംബജീവിതങ്ങൾ മലിന ഓടയിൽ വീണതുപോലെയാണ്. പറയാൻ കൊള്ളത്തില്ല. അവിടുന്ന് കേൾക്കുന്നതൊന്നും സ്വദ്വർത്തമാനങ്ങളല്ല. മാഞ്ഞൂരാൻ കൊലക്കേസും കൂടത്തായി കേസും അടക്കമുള്ള കേസുകളൊക്കെ ചിന്തിക്കുമ്പോൾ എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൻ മകളുമായി, അമ്മ മകനുമായി, മകനും അമ്മയും കൂടെ കല്യാണം കഴിക്കുന്ന ലോകം. അതുകൊണ്ട് ഒത്തിരി കുടുംബങ്ങൾ ഇങ്ങനെ മലിനമായ ഭാഷകളും അഡ്രസ്സുകളും നമുക്ക് നൽകുന്നു. കുറച്ചേറെ കുടുംബങ്ങൾ സ്വാഭാവികമായി വലിയ തരക്കേടില്ലാതെ 10-30% കുടുംബങ്ങൾ കിണറ്റിൽ വീണ വെള്ളം പോലെ, ശുദ്ധജലം പോലെ ജീവിക്കുന്നു. ഏറെ കുടുംബങ്ങളെ കാണാനില്ല. കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു, കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്തു, മണലാരണ്യത്തിൽ വീണത് പോലെ. പക്ഷേ അപൂർവം ചില കുടുംബങ്ങൾ സ്വർഗരാജ്യത്തിന് നിഴലുകളായി നിൽക്കുന്നു. കാരണം അത് വീണത് ആണിപ്പഴുതുള്ള കർത്താവിന്റെ കരങ്ങളിലാണ്. കുടുംബത്തെ പണിയുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബജീവിതമെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതവും ഒരു മാതൃകാ കുടുംബജീവിതമായിരിക്കും. ഒരു തർക്കവും വേണ്ട. ഫൈനൽ, ക്രിസ്തു നിങ്ങളുടെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ വന്ന 25 പേരും ഭക്ഷണം കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞു പോകും. ഒരു ഷെയ്ക്കാൻ്റെ തന്ന ഗോഡ് ബ്ലസ് യു എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോകും. ഒരു പടകിൽ ഉന്തിത്തള്ളി 10-20 ആളുകൾ കൂടി കരയിലിരിക്കുന്ന പടകിനെ ഉന്തിത്തള്ളി ഇട്ടിട്ട് കഴിയുമ്പോൾ പടക് കരവിട്ട് പല നാഴിക ദൂരത്താകും. പല നാഴിക ദൂരത്താകുമ്പോൾ 5, 10, 15 വർഷം കഴിയുമ്പോൾ ധാരാളം കാറ്റുകൾ നിങ്ങളുടെ കുടുംബത്തിൽ പടകിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം. പടകിൽ ഇന്നു മുതൽ യാത്ര ചെയ്ത് ക്രിസ്തു ഉറങ്ങാൻ ഒരിക്കൽ പോലും നിങ്ങൾ സമ്മതിക്കരുത്. യേശു ഉറങ്ങുന്ന പടകുകളെ കാറ്റ് പിടിച്ചുലയ്ക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഉണർത്താൻ കഴിയുന്നവരാണ് പടകിലുള്ളവരെങ്കിൽ ഒരു പടകിനെയും മുക്കാനൊക്കത്തില്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് യേശു ഉറങ്ങുന്ന പടകിനെ മാത്രമേ മുക്കാനൊക്കത്തുള്ളൂ. ഉണർത്താൻ നിങ്ങൾ ശ്രമിക്കണം. യേശു ഉണർത്തുന്നതാണ് പ്രാർത്ഥനാ ജീവിതം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യ ശ്രോതാക്കളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയട്ടെ, ഇന്ന് പകൽ നമുക്കെല്ലാവർക്കും ഒരു ദിവസം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഞങ്ങൾ സ്നേഹത്തോടെ ഇങ്ങനെ ചോദിക്കുന്നു. കൊടുങ്കാറ്റടിച്ചിട്ട് പടകുകൾ ആടി ഉലയുന്ന, തകർന്നു പോകുന്ന വിഷമത്തിന്റെ പ്രതിസന്ധികളിൽ, ശാരീരിക രോഗങ്ങളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പരസ്പരം മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിരിക്കുന്ന, റോൾ മോഡലാകാൻ കഴിയാത്ത, ക്രിസ്തു നേതൃത്വമില്ലാതെ ആടിയുലയുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ കല്യാണ ശുശ്രൂഷ നടുവിൽ യേശുക്രിസ്തുവിന്റെ മഹനീയമായ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ നിങ്ങൾ നെഞ്ചിൽ കൈവച്ച കർത്താവിനെ ഒറ്റ വാക്ക് വിളിച്ചാൽ മതി. കർത്താവേ, എന്റെ ഉലയുന്ന പ്രശ്നങ്ങളിലേക്ക്, ആടുന്ന പ്രശ്നങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരുന്നവേ എന്ന ഒരൊറ്റ വാക്ക് നില വിളിച്ചാൽ കർത്താവ് നിങ്ങളുടെ പടകിലെത്തും. കർത്താവ് നിങ്ങളെ സഹായിക്കും. വീണ്ടും വരുന്ന കർത്താവ് തന്റെ മണവാട്ടി സഭയെ ചേർക്കുന്ന ആ വിവാഹത്തിന്റെ നെടലിലേക്ക് നിങ്ങളും കടന്നു വന്നിരിക്കുന്നു. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ മക്കളായി തിരുവാൻ ഈ മെസ്സേജ് നിമിത്തം കർത്താവ് നിങ്ങൾക്ക് ഇടയാക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ്, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിന്റെ നായകനായി ഇരിക്കണമേ. കർത്താവേ, ഒരു മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ഞങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽ ഈ മെസ്സേജ് കേട്ട ആരെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണെങ്കിൽ കർത്താവിനെ ഉണർത്തി ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നെഞ്ചിൽ കൈവച്ചോ മനസ്സോടെയോ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരെ കർത്താവ് സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പറയുന്ന ഏത് വാക്കുകൾക്കും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വ്യക്തവും തെറ്റവുമായ കണക്ക് നമ്മൾ കൊടുക്കേണ്ടവരാണ്.
ഇത് ദൈവവചനം പറയുന്ന സത്യമാണ്. ഈ ബഹുമാന്യ സദസ്സിനെ ദൂതന്മാരെ സാക്ഷി നിർത്തി ഞാൻ ജിൻസിനോട് ചോദിക്കുന്നു, ജിൻസിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന സീബ എന്ന യുവതിയുമായി ഒരു വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിച്ച കുടുംബജീവിതം നയിക്കുന്നതിന് ശാരീരികമായോ മാനസികമായോ രഹസ്യമോ പരസ്യമോ ആയ എന്തെങ്കിലും തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ പറയാനുണ്ടോ? മൈക്കടുപ്പിച്ച് പറയണം. ഇല്ല. വേറെ ഒരാളുടെ സമ്മതം കൂടാതെ എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ കല്യാണം കഴിക്കണം, അതാണ് നല്ലത്, കുടുംബത്തിൽ ഒരാളില്ല, ഇങ്ങനെയുള്ള മാനുഷികമായ വാക്കുകളൊന്നും മുൻഗണന കൊടുക്കാതെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സീബയാണ് നിന്റെ വധു എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയും ആ ഇടപെടലിന് വിധേയമായി സ്വയമായി പരപ്രേരണ കൂടാതെ സീബയെ വിവാഹം കഴിക്കുവാൻ പരിപൂർണമായി ജിൻ സമ്മതിച്ചിരിക്കുന്നു. സമ്മതമാണ്. നയിക്കങ്ങോട്ട് സീബ, ഞാൻ ആദ്യം പറഞ്ഞ വാക്കിൽ വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാം ദൈവത്തിന് മുൻപാകെ നമ്മൾ കണക്ക് കൊടുക്കണം. സീബയുടെ ഇടത്ത് ഭാഗത്ത് നിൽക്കുന്ന പ്രതിശുദ്ധ വരൻ ജിൻസ് എന്ന യുവാവുമായി ഒരു വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിച്ച് കുടുംബജീവൻ നയിക്കുവാൻ ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും നിയമപരമോ അല്ലാത്തതോ രഹസ്യമോ പരസ്യമോ ആയ എന്തെങ്കിലും പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ സീബയ്ക്ക് പറയാനുണ്ടോ? വേറെ ഒരാളുടെ പ്രേരണ കൂടാതെ, താല്പര്യങ്ങൾ കൂടാതെ, മറ്റാർക്കും വേണ്ടി ബലി കൊടുക്കാതെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുകൾക്ക് വിധേയപ്പെട്ട് ജിൻസ് തന്നെയാണ് എന്റെ ഭാവികാല വരൻ എന്ന് ഉറപ്പിച്ച് ഈ വിവാഹത്തിന് പരിപൂർണമായി സീബ സമ്മതിച്ചിരിക്കുന്നു. ഇരുവരും ഈ വിവാഹത്തിന് സമ്മതം മൂടിയിരിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുഭമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് എഴുന്നേൽക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇന്ന് ഈ മംഗല്യം ഒരു നിമിഷം നിങ്ങൾക്ക് ഇരുവർക്കും പ്രാർത്ഥിക്കുവാൻ ഒരവസരം തരികയാണ്. 1 മിനിറ്റ് സമയം. ഈ 1 മിനിറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴേക്കും നിങ്ങളെ ഞാൻ കരം പിടിപ്പിച്ച് വിവാഹബന്ധത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. പിന്നീട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമെങ്കിൽ പോലും ജീവിതത്തിൽ ആരുണ്ട്? ജിൻസ്, ജീവിതത്തിൽ ആരുണ്ട്? ഒരു ജീവിത പങ്കാളിയുണ്ട്. ഇനി പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിത പങ്കാളിക്കും കൂടെ അവകാശപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ട ആളുകളെ ഞാൻ പറയാം. ആരാണ്? ജന്മം തന്ന മാതാപിതാക്കളെ നിങ്ങൾ ഒരു നിമിഷം ഓർക്കണം. ഇനി മുതൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ 2ാം സ്ഥാനക്കാരാണ്, 1ാം സ്ഥാനക്കാരല്ല. ഒന്ന് മാറുകയാണ്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന നിങ്ങളുടെ കൂടപ്പുറപ്പുകളെ നിങ്ങൾ ഓർക്കണം. കഥകൾ പറഞ്ഞ് നിങ്ങളെ മടിയിലുറക്കിയ മരിച്ചുപോയ മുത്തശ്ശന്മാരും ഉണ്ടെങ്കിൽ അവരെ ഓർക്കുന്നത് നല്ലതാണ്. എല്ലാറ്റിലുപരിയായി നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ചുരുക്കം പേരാണെങ്കിലും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തന്ന ഗുരുക്കന്മാരെ സ്മരിക്കണം. നിങ്ങൾക്ക് ദൈവവചനം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തിയ പാസ്റ്റർ, സ്നാനപ്പെടുത്തിയ പാസ്റ്റർ, ഉപരിയായി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭ, എല്ലാവരെയും ഒന്ന് ഓർക്കാൻ 2 പേരും കണ്ണുകളടച്ചാട്ടെ. ഒരു നിമിഷം മൗനമായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സദസ്സ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, നിങ്ങൾക്ക് ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥനയാണ്. സദസ്സ് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഒന്ന് കേൾക്കട്ടെ, എല്ലാ ശബ്ദങ്ങളും ഉയരട്ടെ. കർത്താവേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഒന്ന് വാ തുറന്ന് മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്പരാതെ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആ വലതുകരം ഉയർത്തിപ്പിടിച്ച് കുഞ്ഞുങ്ങളെ കർത്താവേ നീ ഒന്ന് അനുഗ്രഹിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവർ ഇരുവരും ദൈവസന്നിധിയിൽ ചില നിമിഷങ്ങൾ സ്തോത്രം ചെയ്ത് വേണ്ടപ്പെട്ടവരെ ഓർത്ത് മാനസികമായി ഒരുങ്ങേണ്ടതിനായി സ്തോത്രം ചെയ്യട്ടെ. തമ്മിൽ സംയോജിപ്പിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അവരെ യോജിപ്പിച്ച ദൈവം തമ്പുരാൻ. ബഹുമാന്യ സഹോദരൻ സഹോദരി ജിൻസിനെയും സീമയെയും ഇന്ന് മുതൽ സംയോജിപ്പിക്കുവാൻ
ഭാര്യയായി കരം തന്ന് സ്വീകരിച്ചിരിക്കുന്നു. ഇന്നു മുതൽ മരണം നമ്മെ വേർപിരിക്കും വരെയോ കർത്താവിൻ്റെ വരവ് വരെയോ നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നോട് വിശ്വസ്തത പുലർത്തി നിന്നെ ബഹുമാനിച്ച് സങ്കടത്തിലും സന്തോഷത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ നന്മതിന്മകളിലും ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ടുന്ന എല്ലാ കടപ്പാടുകളും നിറവടിയായി നിവർത്തിച്ചു കൊള്ളാമെന്ന് ഈ സദസ്സിനെ സാക്ഷ്യം നിർത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ സീബയോട് ഉഭയസമ്മതം ചെയ്തുകൊള്ളുന്നു. സീബ എന്ന ഞാൻ ജീൻസ് എന്ന അങ്ങയെ എൻ്റെ ഭർത്താവായി ഇന്നു മുതൽ സ്വീകരിച്ചിരിക്കുന്നു. മരണം നമ്മെ വേർപിരിക്കും വരെയും കർത്താവിൻ്റെ പുനരാഗമനം വരെയും സന്തോഷത്തിലും സങ്കടത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന സുഖദുഃഖമായ ഏതവസ്ഥകളിലും അങ്ങയെ മാത്രം സ്നേഹിച്ച് അങ്ങയെ വിശ്വസ്തത പുലർത്തി അങ്ങയെ സകലത്തിലും അനുസരിച്ച് സകലത്തിലും കീഴ്പ്പെട്ട് ഒരു ഭാര്യ ഭർത്താവിനോട് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി ചെയ്തുകൊള്ളാമെന്ന് ഈ സദസ്സിനെ സാക്ഷി നിർത്തി പിതാവിനെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അങ്ങയോട് ഉഭയസമ്മതം ചെയ്തുകൊള്ളുന്നു. സാക്ഷിക്കും സ്വർഗസ്ഥാനെ ദമ്പതികൾ ആശീർവാദം ഏകിടത്തെ ദൈവം സംയോജിപ്പിച്ച ദൈവം സംയോജിപ്പിച്ച ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. എല്ലാവരും നമ്മുടെ കരങ്ങൾ ഈ കുഞ്ഞുങ്ങൾ നിർത്തിയാട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളും പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി ആഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. 1500 പേർ ജിൻസിന്റെയും സീബയുടെയും വിവാഹത്തിൽ വന്ന് ചേരേണ്ടതായിരുന്നു. അതിനകത്ത് ഞങ്ങൾക്ക് മാനുഷികമായ ദുഃഖമുണ്ടെങ്കിലും ഞങ്ങൾ അകം കണ്ണ് തുറന്നു നോക്കുമ്പോൾ എണ്ണിക്കൂടാത്ത ദൂതസഞ്ചയങ്ങൾക്ക് നടുവിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ തിരുസാന്നിധ്യം ഈ വീടിന്റെ മുറ്റത്തിറങ്ങി വന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദമ്പതികൾക്ക് വചനപ്രകാരം നൽകിയ സകല അനുഗ്രഹങ്ങളും ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വരുമാറാകട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ സഭയുടെ നടപടിക്രമങ്ങൾക്കനുസരിച്ചും അവർ ഇന്നു മുതൽ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്നുള്ള വിവരം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഞാനിവിടെ പ്രസ്താവിച്ചു കൊള്ളുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന്. ഞാൻ ആ വാചകം പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറഞ്ഞ് സഹകരിക്കുമല്ലോ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്.
ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അഗാപ്പെ ഗോസ്പൽ മിഷൻ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയും താമസിച്ചയാളും ചിൽഡ്രൻസ് ഹോമിൻ്റെ ചുമതല ഒക്കെ ഉണ്ടായിരുന്ന, ഒപ്പം ദൈവസഭയുടെ ശുശ്രൂഷകനൊക്കെ ആയിരുന്ന ഗത്താണ്ടദാസൻ പാസ്റ്റർ ജിൻസ്, അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനും ഈ ശുശ്രൂഷകൾ നടത്തുവാനും ആഗ്രഹിച്ച ചുരുക്കം 2 പേരെങ്കിലും ഞങ്ങളുടെ മിഷനിലുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് റവർ PM അലക്സാണ്ടർ സാറാണ്. 2 അദ്ദേഹത്തിൻ്റെ അധ്യാപകനുമൊക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജോസഫ് ഇടക്കാട്ടിൽ സാറാണ്. 9 പേരടങ്ങുന്ന ഞങ്ങളുടെ മിഷൻ ബോർഡിൻ്റെ, ഞങ്ങളുടെ പോഷക സംഘടന ഡയറക്ടർ ബോർഡിൻ്റെ, എല്ലാ സെൻട്രൽ ശുശ്രൂഷമാരുടെ 8 സംസ്ഥാനങ്ങളിലായിട്ടുള്ള 126 ദൈവസഭകളുടെ എല്ലാവിധമായ ആശംസകളും മിഷന്റെ പേരിൽ ഈ സമയത്ത് അവരുടെ നിർദ്ദേശപ്രകാരം അറിയിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഈ സമയത്ത് വിതരണം ചെയ്യുന്നു. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ 20 ചേർന്ന് വാങ്ങുക. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പാൻഡമിക് കണ്ടീഷനിൽ ഇങ്ങനെ വിവാഹം നടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നതല്ല. കോവിഡിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും എല്ലാ ബന്ധുമിത്രാദികൾക്കും കടന്നു വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഈ വിവാഹം നടക്കുവാൻ ദൈവം കാണിച്ച ദയയെ ഓർത്ത് ദൈവത്തിന് പ്രാരംഭമായി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ യോഗം നിയന്ത്രിച്ച കർത്താവിൻ്റെ ദാസൻ കണ്ണൂർ സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന ഷാജി വർഗീസ് പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള നന്ദി ദൈവനാമത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും വകവയ്ക്കാതെ ഞങ്ങളെ സ്നേഹിച്ച് ഇന്നത്തെ ശുശ്രൂഷ ചെയ്യേണ്ടതിന് വേണ്ടി വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സ്നേഹിച്ച് ഇവിടെ കടന്നു വന്ന പ്രിയ ജോയി പാലക്കൽ സാറിനോടും ഫാമിലിയോടൊക്കെയുള്ള നന്ദി, അഗപ്പെ മിഷനോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ജീവിതത്തിൽ തകർന്നു പോയേക്കാമായിരുന്ന പല നിർണായക ഘട്ടങ്ങളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് അഗപ്പെ മിഷനും ജോയി പാലക്കൽ സാറുമാണ്. പ്രിയ സാറിനോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. അതുപോലെ സീബയുടെ ഫാമിലിയിൽ നിന്ന് കടന്നു വന്ന പാരൻസ്, സഹോദരി കുടുംബം, അതുപോലെ ഇന്ന് കടന്നു വരാൻ കഴിയാതിരുന്ന ബഹുമാനപ്പെട്ട സുനിൽ പാസ്റ്റർ കുടുംബം, ബഹുമാനനായ ശശി പാസ്റ്റർ അങ്കിള്, എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി ദൈവനാമത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, ചേട്ടായിമാർ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ എൻ്റെ അങ്കിൾ കുടുംബം, ചേട്ടായിമാർ, കടന്നു വന്ന എല്ലാവരും, നിലമ്പൂരിൽ നിന്ന് കടന്നു വന്ന പ്രിയ സഹോദരങ്ങൾ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആരെങ്കിലും വിട്ടുപോവുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് അറേഞ്ച്മെൻറ്റ് ചെയ്ത ചേട്ടന്മാർ, അതുപോലെ ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവർ, ഇതിന് സാങ്ഷൻ അനുവദിച്ച പഞ്ചായത്ത് ഹെൽത്തിൻ്റെ അധികാരികൾ, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ വിവാഹത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ ചേട്ടനായിട്ട് പരിചയപ്പെട്ട അന്ന് മുതൽ എന്നെ അനിയനെ പോലെ കാണുകയും ശുശ്രൂഷയിലും വേണ്ട എല്ലാ കൈത്താങ്ങലുകൾ തരുന്ന സ്നേഹിച്ച പ്രിയ ഷൈജു പാഷയോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു.
ആ കുടുംബത്തോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ വീട് ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് കർത്താനദാസൻ അധ്വാനിക്കുകയായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ നല്ല മുഹൂർത്തങ്ങളിലും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അദ്ദേഹം മാറി നിൽക്കുകയാണ് സാധാരണ ചെയ്യാറ്. അതിന് നന്ദി അറിയിക്കാൻ ഈ അവസരത്തെ ഞാൻ വിനിയോഗിക്കുന്നു. കർത്താനദാസനെ കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ എൻ്റെ പാരൻസ് പപ്പ അമ്മ അവരോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ച് ഇവിടെ കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ ഇന്ന് ക്യാമറ എടുക്കുന്ന ചേട്ടന്മാർ, പ്രിയാമല്, അവരൊക്കെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ആ വാക്കുകൾ ഏകദേശം ഇങ്ങനെയായിരിക്കും ആൻറ്റിയോട് പറയുന്നത്. സിസ്റ്ററെ, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളേ ഉള്ളൂ. ഞാൻ അവരെ ഒത്തിരി സമ്പത്തിൻ്റെ മടിത്തട്ടിലൊന്നുമല്ല വളർത്തിയതെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഭംഗിയായി ഞങ്ങൾ നോക്കി. ഇത്രയും കൊല്ലങ്ങൾ അവരെ പഠിപ്പിച്ചു. അവർക്കൊരു വിവാഹാലോചന വന്നു. ഞങ്ങൾ അതിനു വേണ്ടി തയ്യാറായി. ഞാനെപ്പോഴും പറയും, പൊന്നുപോലെ നോക്കിക്കൊള്ളണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആവശ്യമുള്ളപ്പോൾ ശിക്ഷിക്കണം, ശാസിക്കണം, ദേഷ്യപ്പെടണമെങ്കിലും ന്യായമല്ലാത്ത കാരണത്താൽ കുഞ്ഞിനെ വേദനിപ്പിക്കാതിരിക്കുവാൻ ശ്രമിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാകും. അതെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനയോടെ ആ വലതുകരം പിടിച്ച് അമ്മച്ചിനെ ഏൽപ്പിച്ചോട്ടെ. ജിൽസിൻ്റെ അമ്മച്ചി ഈ അമ്മച്ചിയുടെ മുഖത്തോട്ട് പറയണം, വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. പറഞ്ഞു. സ്വോത്രം, സ്വോത്രം. അനുഗ്രഹിച്ചില്ലേ വിജയം നേടാൻ അനുഗ്രഹിച്ചില്ലേ ദൈവം അനുഗ്രഹിച്ചില്ലേ. ആശംസകൾ ആശംസകൾ മംഗളാശംസകൾ മംഗളാശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്ക് ആശംസകൾ. തീരാൻ തിരഞ്ഞ